ആരെല്ലാം ഈ ലോകത്ത് ഈ പ്രാർത്ഥന കേൾക്കുന്നുവോ, ആരെല്ലാം ഹൃദയവേദന അനുഭവിക്കുന്നുവോ, നിങ്ങൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ലെന്ന് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവ പൈതലെ ഓർക്കുക, ഈ നിമിഷം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കർത്താവ് നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നു. നിന്റെ തിരുമുറുവാർന്ന് വലത് കർത്താവ് മക്കളെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിത മണ്ഡലങ്ങളിൽ ആരും ഞങ്ങൾക്കില്ല, തങ്ങൾക്കില്ല എന്ന് ചിന്തിക്കുന്നവരെ, ആരും ഞങ്ങൾക്കില്ല, വലിയ കൊടിയ ഭാരവും കൊടിയ വഴക്കുമായിട്ട് ഈ വീട് നരകമാണ് ചിന്തിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് നിൻ്റെ കഴിവിനേക്കാൾ ഉപരി സമാധാനം, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ ആശ്വാസത്തിനും ആഹ്വാനത്തിനും അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് സമാധാനം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ കട നിന്നെ ആവശ്യിക്കട്ടെ. നിൻ്റെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഗർഭിണികളായ അമ്മമാരെ ആശീർവദിക്കുന്നു. ആശുപത്രി കിടക്കുന്ന രോഗികളെ ആശീർവദിക്കുന്നു. ഇന്ന് സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടി തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തൊഴിൽ മേഖലകളിലേക്ക് രംഗങ്ങളിലേക്ക് പോകുന്നവരെ ആശീർവദിക്കുന്നു.